നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ പ്രബുദ്ധരാണ്, സാക്ഷരതയിൽ മുന്നിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ മറ്റ് ഏത് ജനവിഭാഗത്തേക്കാൾ വലിയ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത്. രാജ്യത്തോട് കൂറ് പുലർത്താത്തവരായി നമ്മൾ മലയാളികൾ മാറുന്നുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്യൂബ ദുബായിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്നത്. സത്യത്തിൽ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് നമ്മൾ മലയാളികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട കുറേ പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ നമ്മൾ എല്ലാ മലയാളികളും അത്തരത്തിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയും ചില ആളുകൾ നമ്മുടെ രാജ്യത്തുമുണ്ട്. മറ്റ് ചിലർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ക്യൂബ സംഘടിപ്പിച്ച ഈ ഒരു ചടങ്ങിൽ ഷഹീദ് അഫ്രീദി എത്തുകയും ഈ ഒരു ചടങ്ങിൻ്റെ വാർത്തകൾ പാകിസ്ഥാൻ മീഡിയ വളരെ പ്രാധാന്യത്തോടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വരുന്നത്. മാത്രമല്ല ഇവരുടെ പാസ്പോർട്ട് റദ്ദു ചെയ്യണം, ഇവരെ ഇനി കേരളത്തിലേക്ക് കാലുകുത്താൻ അനുവദിക്കരുത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ സർവകക്ഷി സംഘത്തെ അയച്ച് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനോട് നമ്മൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അത് എന്തുകൊണ്ടാണ് ചെയ്തത് എന്നത് ന്യായീകരിക്കുന്നതിന് ഇടയിലാണ് അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നതിന് വിശദീകരിക്കുന്നതിന് ഇടയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനിലെ ഒരു താരത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ വലിയ സെലിബ്രിറ്റി പരിവേഷമുള്ള ഒരാളെ വിളിച്ചു വരുത്തി സ്വീകരണം നൽകുന്നത്. മാത്രമല്ല ഷഹീദ് അഫ്രീദിയെക്കുറിച്ച് നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അദ്ദേഹം ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല പാകിസ്ഥാൻ യുദ്ധം ജയിച്ചു എന്ന പേരിൽ പാകിസ്ഥാനിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഷഹീദ് അഫ്രീദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷഹീദ് അഫ്രീദിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു സ്വീകരണം എന്തിനു നൽകിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് നടന്നിരിക്കുന്നത്. NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ രാജ്യാന്തര മേഖലകളിലെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അവരുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈയൊരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ മലയാളികൾ പൊതുവിൽ എല്ലാ മലയാളികൾക്കും നാണക്കേടുണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല.